Respectable dear family members, my pranams to you. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രണാമം. സമ്മർ വെക്കേഷൻ സ്റ്റഡി ക്ലാസ് എന്ന പേരിൽ ഒന്ന് രണ്ട് വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്. Many people used to ask the question, why Lord Shiva is like this? ശിവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ? പരമേശ്വരൻ, ശങ്കരൻ, പാർവതി വല്ലഭൻ, ശിവൻ, മൃത്യുഞ്ജയൻ. These are the names of Lord Shiva. You know, Lord Shiva has got two types of symbolic presentation. രണ്ട് തരത്തിലുള്ള സിമ്പിളാ ശിവനുള്ളത്. രൗദ്രഭാവം, വയലന്റ് ഫോം ഓഫ് ലോർഡ് ശിവ ഇൻ താണ്ഡവ നൃത്ത രൂപം. സൈലന്റ് പാർട്ട് ഓഫ് ലോർഡ് ശിവ, ശിവലിംഗം. രൗദ്രഭാവത്തിലെ ശിവൻ, ശാന്തഭാവ ശിവൻ. ശാന്തഭാവ ശിവനാണ് ശിവലിംഗം. ലിംഗം എന്ന വാക്കിന് മനുഷ്യന്റെ ജനനേന്ദ്രിയം എന്ന അർത്ഥമില്ല. പുല്ലിംഗം, സ്ത്രീലിംഗം, ഫെമിനിൻ ജെൻഡർ, മാസ്കുലിൻ ജെൻഡർ. അതുപോലെ when we are studying Sanskrit or any language, always gender used to come lingam. Even in the application lingam word is there. സ്ത്രീയാണോ പുരുഷനാണോ? മലയാളത്തിൽ ലിംഗം എന്ന് എഴുതിയിട്ടുണ്ടാവും. ലൈംഗികം എന്ന് പറയുന്നത് സെക്ഷുവലാണ്. ശിവലിംഗത്തിന്റെ രൂപം, how that shape and form for Shivalinga has come. Exactly, it is the miniature form of Mount Kailas. കൈലാസത്തിന്റെ ഒരു മിനിയേച്ചർ ഫോമാണത്. Mount Kailas is responsible for controlling 1/3 of Earth's climatic condition. ഭൂമിയുടെ കാലാവസ്ഥയിൽ 1/3 നിയന്ത്രിക്കുന്നത് മൗണ്ട് കൈലാസാണ്. അതിന്റെ മിനിയേച്ചർ ഫോമാണ്. കാലത്തിനതീതമായിട്ടുള്ള, ബിയോണ്ട് ദ ടൈം, ലോർഡ് ശിവ ഇൻ സൈലന്റ് ഫോം. And remember 448 atomic reactor in the world. All could be made in the shape of Shivalinga. Remember that continuously water used to be flown. Abhishekam is done in Shivalinga with ordinary water. Heavy water is used in atomic reactor. ആ ശിവലിംഗം മാക്സിമം എനർജി സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇറ്റ് ക്യാൻ കീപ് ഹയസ്റ്റ് ലെവൽ ഓഫ് എനർജി, ശിവലിംഗം. ആൻഡ് റിമെമ്പർ ദാറ്റ് ഇറ്റ്സ് ദ symbolic presentation of the nature, silent form. Silent ഫോമിലാണ് ശാന്തഭാവം, സത്യം ശിവം സുന്ദരം. വയലന്റ് ഫോം ഓഫ് രുദ്ര, രൗദ്രഭാവത്തിലെ രുദ്രൻ is the violent form of the nature. Everything connected with the nature, പ്രകൃതിയുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും സൈലന്റ് ഫോം ഉണ്ട്, വയലന്റ് ഫോം ഉണ്ട്. ശാന്തഭാവം, രൗദ്രഭാവം. Air has got a silent ഭാവം. That is the wind that we are getting when we are sitting under the fan. ഫാനിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശാന്തഭാവത്തിലുള്ള വായുവാണ് കാറ്റ്. Same air can be violent in the wild forest. Same air can be in the violent form, and that you can call it as tornado, cyclone, tempest. So same wind in silent form and violent form. Same fire. തീയ ശാന്തഭാവത്തിലാണ്, ദീപത്തിൽ ജ്യോതിയായിട്ട് നിൽക്കുന്ന ശാന്തഭാവത്തിലെ തീയ. സൈലന്റ് ഫോം ഓഫ് ഫയർ ഈസ് ദ ഫ്ലെയിം ഇൻ ദ ലാമ്പ്. Violent form of the fire is the wild forest. With the support of violent air, violent fire will destroy everything.
silent fire in violent air, that fire will be put off. ദീപജ്വാല ശക്തമായ കാറ്റിൽ അണഞ്ഞു പോകും. ശക്തമായ ദീപജ്വാല വൈൽഡ് ഫോറസ്റ്റ് കാട്ടുതീ വൈൽഡ് എയറിൽ ആളിക്കത്തും. അപ്പൊ ഫോർ എയർ സൈലന്റ് ഫോം വയലന്റ് ഫോം, ഫോർ ഫയർ സൈലന്റ് ഫോം വയലന്റ് ഫോം, ഫോർ വാട്ടർ ഓൾസോ സൈലന്റ് ഫോം വയലന്റ് ഫോം ഉണ്ട്. ടാപ്പിലൂടെ വരുന്ന വാട്ടർ, ദ വാട്ടർ കമ്മിങ് ത്രൂ ദ ടാപ്പ്, സൈലന്റ് ഫോം. The same water struck as tsunami and many type of flood, silent form of air, silent form of fire, silent form of water. This silent form of earth and without any problem earth is rotating and revolving. But when earthquake comes, it becomes the violent form of earth. അപ്പൊ ശരിക്ക് എല്ലാത്തിലും സൈലന്റും വയലന്റും ഉണ്ട്. നമ്മൾ ഓർമ്മിക്കാനുള്ളത് പ്രകൃതിയുടെ സിംബോളിക് പ്രസന്റേഷനാണ് ശിവൻ. ഈവൺ എ നൈഫ്, സൈലന്റ് ഫോം ഓഫ് വെപ്പൺ, വയലന്റ് ഫോം ഓഫ് വെപ്പൺ, സൈലന്റ് ഫോം ഓഫ് ഡിസീസ്, വയലന്റ് ഫോം ഓഫ് ഡിസീസ്. Then other thing I have told you, ഈ ശാന്തഭാവം, രൗദ്രഭാവം, ശാന്തഭാവത്തിലെ ശിവൻ ലിംഗം, ലിംഗമയതീതി ലിംഗ, എനർജി ഈസ് ഗോയിങ് അപ്പ്. അതുകൊണ്ടാണ് ലിംഗം എന്ന് പറയുന്നത്. ഏറ്റവും അധികം ആരാധിക്കപ്പെടുന്ന വിഗ്രഹവും ശിവലിംഗം തന്നെയാണ്. Majority of the people world over, particularly Hindus, they worship the Shivalinga. Very rarely in Shiva temple, Raudra Shiva is consecrated. വളരെ വിരളമായിട്ട് മാത്രമേ രുദ്രഭാവത്തിൽ ശിവനെ പ്രതിഷ്ഠിക്കാറുള്ളൂ, ശിവലിംഗമായിട്ടാണ് പ്രതിഷ്ഠിക്കാറുള്ളത്. Then the question comes, where is the violent form of air? എവിടെ നിന്ന് violent form of air ഉണ്ടാവുക? Within the tuft of Lord Shiva, we presume and the concept says air is kept, water is kept. ശിവന്റെ ജടയ്ക്കകത്ത് ശക്തമായ വായുവിനെയും വെള്ളത്തിനെയും കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നു. ആൻഡ് ഫയർ ഈസ് കൺട്രോൾഡ് വിത്തിൻ ദ തേർഡ് ഐ. When it is open, Jnana-Agni, you can see that. And the violent form of disease, silent form of disease. ഭീകരമായ മാരകമായ രോഗവും ശാന്തമായ രോഗവും. ചെറിയൊരു ഫ്ലൂ ശാന്തമായ രോഗമാണ്. ഭയങ്കരമായിട്ടുള്ള ഹെർപ്പറ്റൈറ്റിസും അല്ലെങ്കിൽ ക്യാൻസർ, ഇന്റർനാഷണൽ മെഡിക്കൽ അസോസിയേഷൻ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എംബ്ലം ഈസ് സ്നേക്ക്, സർപ്പന്റ്, സർപ്പമാണ് ഇന്ത്യൻ മെഡിക്കൽ IMAയുടെ എംബ്ലമായിട്ടുള്ളത്. സൈലന്റ് വെപ്പൺ, വയലന്റ് വെപ്പൺ. ലോർഡ് ശിവ ഹാസ് ഗോട്ട് ദി ശൂലം, ത്രിശൂലം. Silent weapon will not kill anybody. Violent weapon, the sword and other thing kills the people. Then next question, why always Hindus are blamed in the word lingam? ശിവലിംഗത്തിലെ ലിംഗം എന്ന വാക്കിൽ ഹിന്ദുക്കളെ എന്തുകൊണ്ട് ബ്ലെയിം ചെയ്യുന്നു? യഥാർത്ഥത്തിൽ every day and night one group of people belonging to one particular religion think only about a sex. Many wives, many girls, and for them even the heaven means only girls. For them their mind is always filled with the sex and symbol of sex. From the very beginning this is what is fed to them. ചില മനുഷ്യർക്ക് സ്വർഗം എന്ന് പറഞ്ഞ സ്ത്രീകളുടെ കൂട്ടത്തിൽ കിടക്കാണ്. ചില മനുഷ്യർക്ക് എത്ര വേണമെങ്കിൽ കല്യാണം കഴിക്കാം. ആചാര്യൻ തന്നെ 10-37 പേരെ കല്യാണം കഴിച്ചതിന് ശേഷം ശിഷ്യന്മാർക്ക് മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ചില ആചാര്യന്മാര് അയാളുടെ പ്രൈവറ്റ് പാർട്ട് നരകത്തിലും ബാക്കി പാർട്ട് സ്വർഗത്തിലുമാണെന്ന് യൂട്യൂബിൽ കാണുകയുണ്ടായി. രാവും പകലും ചിന്തിക്കുന്നത് മുഴുവനും സെക്സും ലൈംഗികതയുമാണ്. So naturally, instead of getting blame from others, മറ്റുള്ളവർ നമ്മളെ ചീത്ത പറയാതിരിക്കാൻ,
3ഉം 4ഉം 5ഉം കിട്ടുന്നത് ശരിയാണോ എന്ന് സുപ്രീം കോടതി ഇന്നലെ കേന്ദ്ര മന്ത്രിസഭയോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. മിനിഞ്ഞാന്ന് ചോദിച്ചു, ഇന്നലത്തെ പത്രത്തിൽ വന്നു 3ഉം 4ഉം കിട്ടുന്നത്. ഈ കെട്ടലും പെണ്ണുങ്ങളും സ്ത്രീകളും ആ സ്ത്രീകളെ സെക്സിന് ഉപയോഗിക്കലും മാത്രം മതത്തിന്റെ ഭാഗമായിട്ടുള്ളവർക്ക് ശിവലിംഗം മാത്രമല്ല, ലോകത്തിലെ എന്ത് കണ്ടു കഴിഞ്ഞാലും ഓർമ്മ വരുന്നത് ഇതൊക്കെ തന്നെയാണ്. നോട്ട് ഓൺലി ശിവലിംഗ, വാട്ട് എവർ ദേ വാച്ച്, വാട്ട് എവർ ദേ സീ, they will be remembering, they will be thinking only about that. In Malayalam we used to say, ഒരുത്തനെ തന്നെ നിനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും. If you are thinking only about sex, anything what you watch, that you will be seeing as sex. If you are thinking about yoga, even a bird sitting in a branch, you will be thinking that when that bird is doing yogic exercise. So it depends upon your mental attitude to see something good or bad. Blaming others is very easy, so that our problem will not be seen, watched by others. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് ശിവലിംഗവും ബാക്കിയുള്ളതൊക്കെ 16-ാം തീയതിയിലെ ഹർത്താലിന് കാണിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കളെ അവഗണിക്കാൻ എളുപ്പമാണ്. ഹിന്ദുക്കൾ അത്രയധികം ഡീപ്പായിട്ട് നോളജ് ഉള്ളവരല്ല. ഹിന്ദുസ് ആർ ഇഗ്നോറന്റ് അബൌട്ട് മെനി തിങ്സ്. They just blindly follow, and blaming them is very easy, because instead of getting blame to others, those who will be getting blame, they will be blaming others first. Defensive and offensive technology. ഇതിനൊക്കെ ഉത്തരം കൊടുക്കാൻ ഇറങ്ങി പുറപ്പെടണോ വേണ്ടിയോ എന്നുള്ളതല്ല. But about Lord Shiva you should learn. Second exercise for summer vacation. You should teach summer vacation throughout. Instead of teaching A for apple, B for ball, C for cat, D for doll, എല്ലാം ഭാരത സംസ്കാരത്തിന്റെ പേര് പഠിപ്പിക്കുക. ഇന്നു മുതൽക്ക് പഠിപ്പിക്കുക. ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ബാക്കി കുട്ടികളോട് തന്നെ ചെയ്യാൻ പറയുക. You give one example. Then tell the students to make your children, to make remaining A for Aryabhatta, B for Bhaskara, C for Chanakya. You should make it up to Z. For Q and Z there may not be anything, but you make something like that. Something relevant you find for that one. So D for Damodara, G for Gopala, H for Haridatta, or A for Ajanta, A for Almora, B for Bhagirathi, C for Chandini or Chandokya Upanishad, B for Bharata, M for Mahabharata, R for Ramayana, R for Sri Rama. ഇന്ന് നിങ്ങൾ പഠിപ്പിക്കണം. Today you should teach your children. Don't teach A for apple, B for ball, C for cat. Anyway that is being taught in the schools. But രണ്ട് exercise ആണ്. ഒന്ന് ശിവനെ കുറിച്ച് പഠിക്കുക. You have to learn and teach about Lord Shiva to others. രൗദ്രഭാവ ശിവ, ശാന്തഭാവ ശിവ. ശാന്തഭാവം ശിവലിംഗം, രൗദ്രഭാവം താണ്ഡവ നൃത്തമാടുന്ന ശിവൻ. And remember that particular Raudra Shiva emblem made of bronze idol is kept in CERN, Geneva, Switzerland. So they know really exactly what is meant by that symbolic presentation of Shiva. Ardhanarishwara Sankalpa of Shiva. Positive and negative exist together. One form and other form exist together. In an atom, electrons and protons are side by side. Protons are there in the nucleus, electrons are revolving around that. You cannot keep the electron away from the nucleus, from the atom. You cannot keep the proton alone on the other side, away from the electron. South pole and north pole of Earth exist together. Clockwise and anti-clockwise exist together. Centripetal and centrifugal force exist together. ഇതെല്ലാം ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞതാണ്. ഐ എം എക്സ്പ്ലെയിനിങ് ഇൻ ഇംഗ്ലീഷ്. ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും ഒരുമിച്ചിരിക്കുന്നു. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ആറ്റത്തിൽ ഒരുമിച്ചിരിക്കുന്നു. സ്ത്രീ പുരുഷൻ ഒരു യൂണിറ്റാണ്. എൻറ്റൈറ്റി. ദാറ്റ് ഈസ് ഷോൺ ഇൻ അർദ്ധനാരീശ്വര സങ്കല്പ. So our Lord Shiva in silent form or violent form, Shanta Bhavam, Satyam Shivam Sundaram, Raudra Bhavam Shivan. In Vedas it is explained, Namaste Rudramanya Baudotaishave Namaha,
Namaste astu dhanvane bhagubhyam tate namaha. Ya taishu shivatama shivam babuvate dhanuho. Shiva sharavya ya tavatayano rudra mridaya. Ya te rudra shiva tanura ghora papakashini. Tayanastanu Shandamaya Girishanda Bijagashi Yamisham Girishanda Haste Vivarshastave Shivam Giritradam Gurumahigim Si Purusham Jagada Shive Navajasatva Girisha Chavadamasi. This is the mantra which is being chanted in White House of America every day at 8 a.m. That is about Lord Shiva. So try to give answer for those who are criticizing, denigrating, degrading and making fun of Hindu Dharma. Teach this to every Hindu in the world. Teach this to every Hindu in the world. I am sure through the WhatsApp this summer vacation classes in English and Malayalam you can give to others. Thank you very much. My pranams to you. Remember the other one also. A for Aryabhatta, B for Bhaskara, B for Bhagirathi, C for Chanakya, 3 for Charaka, and so many names are there. You give them freedom to make as many as possible Indian names for A to Z. Thank you very much. My pranams to you.